ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ള ക്യാപ്റ്റൻ മില്ലറെ പറ്റിയുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെൻ്റെ മാത്രം ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നായിരിക്കില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും നേരെ റിവ്യൂയിലോട്ട് പോകാം. 3 പേർ 50 ഗുണ്ട്. സിനിമ വെച്ചൊരു അടിപൊളി സിനിമ. അതായത് ധനുഷിൻ്റെ കരിയർ വെച്ച് തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനായാലും സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം പക്ക, ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ധനുഷിൻ്റെ അഭിനയമൊക്കെ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. സിനിമ ഫസ്റ്റ് ഹാഫ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് നമുക്ക് ആദ്യം മൂലം ഒരു കഥ, അതായത് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ചെറിയ ലാഗ് ചിലവർക്ക് ഫീൽ ചെയ്യാം, ചിലവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലവർ ഫീൽ ചെയ്യാതിരിക്കാം. ചെറിയ രീതിയിൽ വന്നിട്ട് ക്ലൈമാക്സ് അല്ല, ഇൻ്റർവൽ സീനിലൊരു പഞ്ച് സാധനം ഇട്ടത് ആ ഒരു രക്ഷയില്ല. അതായത് എന്താ പറയുക, ഒരു CGI വർക്ക് പോലും ഇല്ലാതെ ഒരു ചേസിങ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് നമുക്ക് ടൈം എടുത്താണ് പോകുന്നത്, പക്ഷേ സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തീരുന്നുണ്ട്. ഒരു ലാഗും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് തീരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് 20 മിനിറ്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി സാധനമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട്, ജി വി പ്രകാശ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാർക്ക് ആൻ്റണി തന്നെ ഒരു രക്ഷയില്ല. ആ സിനിമയ്ക്ക് പറ്റിയ ഒരു ടെമ്പോ, അതായത് നമുക്ക് സൗണ്ട് കേട്ടുമ്പോൾ ചെവിയൊക്കെ അടിച്ചു പോയ രീതിയിലാണ് മാർക്ക് ആൻ്റണി അവർ സിനിമ ചെയ്തിട്ടുള്ളത്, അതായത് സൗണ്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ സെയിം ആയിട്ട് തന്നെ ഇതിൽ, അതായത് ചെവി അടിച്ചു പോയി അങ്ങ് ടൈപ്പല്ല. ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതിന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഫൈറ്റ് സീൻസൊക്കെ വന്നപ്പോൾ ഇതിൽ BGM ഒക്കെ ഇട്ട് വേറെ ലെവലായിട്ടാണ് ഇങ്ങനെ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അതായത് ഈ ഫസ്റ്റ് ഇൻട്രോൾ സീനും ക്ലൈമാക്സ് സീനും വേറെ ലെവലാണ്. ഇതുകൊണ്ട് തന്നെ ഈ പടം നല്ല ഹൈപ്പിലോട്ട് കയറും. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോറി ടെല്ലിങ് ആയാലും എന്ത് എടുത്ത രീതി, മേക്കിംഗ് കാര്യങ്ങളെല്ലാം സൂപ്പറാണ്. പിന്നെ ആദ്യം പറഞ്ഞത് ഇതെൻ്റെ മാത്രം റിവ്യൂ ആണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളെ ആരെനിക്കിങ്ങനെ അറിഞ്ഞൂടാ. എന്തായാലും നല്ല സിനിമ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട ആ പൈസ നിങ്ങൾക്ക് നഷ്ടമാവില്ല, ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി കാണാം. അത്രയ്ക്ക് അടിപൊളി സിനിമ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.